എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സ്വാഗതം. ഇന്ന് ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടതിൽ വച്ച് ഏറ്റവും രസകരവും അതുല്യവുമായ ഹൊറർ ആന്തോളജി പരമ്പരകളിൽ ഒന്നിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. 2020 ക്വിബി പ്ലാറ്റ്ഫോമിൽ പുറത്തിറങ്ങിയ ഈ പരമ്പര, അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏറ്റവും ഇരുണ്ട നഗര ഇതിഹാസങ്ങൾ, മറന്നുപോയ നാടോടി കഥകൾ, അമാനുഷിക ഭീകരതകൾ എന്നിവ അനാവരണം ചെയ്യുന്നു. ഓരോ കഥയും ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഓരോ സംസ്ഥാനവും അതിൻ്റെതായ ഭയാനകമായ രഹസ്യം മറയ്ക്കുന്നു. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ട എപ്പിസോഡുകളിലൊന്നായ മിഷിഗനിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. ദേവ് എന്ന വിദഗ്ധനായ ഒരു കരകൗശല വിദഗ്ധന്റെ കീഴിൽ ഒരിക്കൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ദേവ് വെറുമൊരു ജോലിക്കാരനായിരുന്നില്ല, സ്വന്തം നാട്ടിൽ നിന്നുള്ള ചുവന്ന ഓക്ക് മരവും മേപ്പിൾ സിറപ്പ് മരങ്ങളും ഉപയോഗിച്ച് കൈകൊണ്ട് നിർമ്മിച്ച് ഫർണിച്ചറുകൾ നിർമ്മിക്കുന്ന ഒരു സമ്പന്നമായ ബിസിനസ് അദ്ദേഹം നടത്തിയിരുന്നു. ഹൈസ്കൂൾ പ്രണയിനിയായ ഭാര്യ ഹെതറിനെ അദ്ദേഹം അഗാധമായി സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹീതർ അതിസുന്ദരിയായിരുന്നു, പക്ഷേ വൃഥാവും സ്വർണത്തോട് ആസക്തിയുമായിരുന്നു. ദേവ് എത്ര സമ്പാദിച്ചാലും ഹീതർ അതെല്ലാം സ്വർണ്ണാഭരണങ്ങൾക്കും ആഭരണങ്ങൾക്കുമായി ചെലവഴിച്ചു. സ്വർണത്തോടുള്ള അവളുടെ സ്നേഹം ഏതാണ്ട് അസ്വാഭാവികമായിരുന്നു. മിഷിഗൻ കുന്നുകൾക്ക് താഴെ സൂര്യൻ അസ്തമിച്ച ഒരു ശാന്തമായ വൈകുന്നേരം, ദേവും ഹീതറും ഒരു അത്താഴ വിരുന്നിന് പോകുന്നതിനു മുമ്പ് കുറച്ച് ജോലി പൂർത്തിയാക്കാൻ ഒരുമിച്ച് പുറപ്പെട്ടു. ആൻഡി ആ ദിവസം എത്തിയിരുന്നില്ല, അതിനാൽ ദേവ് ഹീതറിനോട് ഒരു കൈ തരാൻ ആവശ്യപ്പെട്ടു. ദേവ് അത് മുറിക്കുമ്പോൾ അവൾ ഒരു വലിയ ഓക്ക് മരത്തിൽ കെട്ടിയിരുന്ന കയറിൽ മുറുകെ പിടിക്കേണ്ടതായിരുന്നു. വായ നിശ്ചലമായിരുന്നു. കാട്ടിലൂടെ ഈർച്ചവാളിന്റെ ശബ്ദം പ്രതിധ്വനിച്ചു. പിന്നെ എന്തോ ഗുരുതരമായി തെറ്റി. തെറ്റായ സമയത്ത് കപ്പിയിൽ കുടുങ്ങി കയർ വളച്ചൊടിച്ചു. ദേവിന് പ്രതികരിക്കാൻ കഴിയുന്നതിനു മുമ്പ് മരം മാറി ഒരു ഭയാനകമായ വിള്ളലോടെ ഓക്ക് താഴേക്ക് ഇടിച്ചു. ഹീതറിൽ തന്നെ. അവളുടെ കൈ വലിയ തുമ്പിക്കൈക്കടിയിൽ ഒടിഞ്ഞു വീണു. രക്തം ഒഴുകിയപ്പോൾ അവൾ വേദനയോടെ നിലവിളിച്ചു. പരിഭ്രാന്തിയോടെ രക്തസ്രാവം തടയാൻ ദേവ് എല്ലാം ശ്രമിച്ചു, പക്ഷേ അവന് കഴിഞ്ഞില്ല. നിരാശയോടെ, വിറക്കുന്ന കൈകളോടെ അവൻ കോടാലി ഉയർത്തി.